എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ മാച്ച് നടക്കുന്നത് ഏപ്രിൽ 27-ാം തീയതി കൃത്യം 3:30 കേട്ടോ. ഇന്നൊരു സാറ്റർഡേ ആണ്. എന്നാൽ ഇന്നത്തെ ദിവസം 2 മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നേ ദിവസം തന്നെ 2 മത്സരം നമ്മളിവിടെ നടക്കുന്നുണ്ട്. ഓൾറെഡി അതായത് വേറെ നമ്മുടെ LST വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് നമ്മുടെ മത്സരത്തിന്റെ ഓൾറെഡി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു മാച്ചിനെ പറ്റിയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു മത്സരം നടക്കുന്നത് നമ്മുടെ ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടായ നമ്മുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. ഇതിന് മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കാരണം ഇവിടെയാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും ഇതുവരെ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് നമ്മൾ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിന്റെ പിച്ച് റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് ഇറങ്ങി ഇവിടെ ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, കഴിഞ്ഞ ഒരു മാച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോം ആയിരുന്നു ഡൽഹി ക്യാപിറ്റൽസ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും റീസെന്റ് നടന്ന ഇവരുടെ ഒരു മത്സരം, അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലിയിൽ നടന്ന ഒരു മത്സരവും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇതേ പിന്നെയും വിഷമിക്കേണ്ട കേസ് അതിപ്പോൾ വന്നോളൂ. അത് ആദ്യം എപ്പോഴും അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്, എന്നെ എപ്പോഴും പറ്റിക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ റിസൾട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലാവും. റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഡൽഹി വേഴ്സസ് ഗുജറാത്ത് തമ്മിൽ കളിച്ച ഒരു മത്സരമാണ് കേട്ടോ. അവിടെ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ഡൽഹിക്കായിരുന്നു. 224 റൺസിന് 4 വിക്കറ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു മാച്ചിനെ പറ്റി നോക്കുന്ന സമയത്ത് അതിന് മുന്നേ നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ? ഞാൻ വോട്ട് ചെയ്തത് കണ്ടില്ലേ? ഇത് നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ എപ്പോൾ പോയി ചെയ്യാനല്ലേ? വീഡിയോ വരുമ്പോഴേക്കും ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മുടെ DC ആയിരുന്നു ഫസ്റ്റ് ബാറ്റിംഗ്. ഇതിൽ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് DC ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്തത് നമ്മുടെ അസ്തർ പട്ടേലായിരുന്നു. 66 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. ദെൻ ഋഷഭ് പന്തു ആണ് അത്യാവശ്യം നല്ല റൺസ് ഇവിടെ സ്കോർ ചെയ്തത് കേട്ടോ. ഇവിടെ വിക്കറ്റ്സ് കൂടുതലും ടേക്ക് ചെയ്തത് 3 വിക്കറ്റ് സന്ദീപ് വാര്യർ, ഫാസ്റ്റ് ബോളറായ സന്ദീപ് വാര്യർ ആണ് 3 വിക്കറ്റ് എടുത്തത്. 1 വിക്കറ്റ് നൂർ അഹമ്മദും. അതുപോലെ തന്നെ GTയിൽ കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് മിഡിൽ ഓർഡറായിട്ട് ബാറ്റിംഗ് വന്ന നമ്മുടെ സായി സുദർശൻ തന്നെയാണ്. ദെൻ ഡേവിഡ് മില്ലറും അത്യാവശ്യം നല്ല റൺസ് ഇവിടെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിക്കറ്റ്സ് കൂടുതലും ടേക്ക് ചെയ്തത് റാസിഖ് സലാം എന്ന് പറയുന്ന പുതിയതായിട്ട് വന്നൊരു ഇമ്പാക്ട് പ്ലെയർ ആയിരുന്നു കേട്ടോ. അത് പുള്ളിയായിരുന്നു അത്യാവശ്യം 3 വിക്കറ്റ് ടേക്ക് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ 1 വിക്കറ്റ് നോർട്ടേജ്, 1 വിക്കറ്റ് മുകേഷ് കുമാർ, അസ്തർ പട്ടേൽ 1 വിക്കറ്റ്, കുൽദീപ് യാദവ് 1 വിക്കറ്റ്. ടോട്ടലി 4 വിക്കറ്റ് ഫാസ്റ്റ് ബോളറും 7 വിക്കറ്റ് 4 വിക്കറ്റ് സ്പിന്നേഴ്സും 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും ആണ് ഇവിടെ എടുത്തത്. കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ടിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല രീതിയിൽ സപ്പോർട്ടഡ് ആവുന്ന രീതിയിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുൽദീപ് യാദവ് ഈ ഒരു പിച്ചിൽ നല്ല റെക്കോർഡ്സ് ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഋഷഭ് പന്തും റീസെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നല്ല രീതിയിലായിരുന്നു ഈ ഒരു ഗ്രൗണ്ടിൽ. ദെൻ വെതർ റിപ്പോർട്ടൊക്കെ നോക്കുന്ന സമയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില എന്ന് പറയുന്നത്. റെയിൻ പോസിബിലിറ്റീസ് ഉണ്ട്, 7% റെയിൻ പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവറേജ് സ്കോർ പറയുന്ന സമയത്ത് ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് ആയിട്ട് 267 റൺസാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് 613 വിക്കറ്റ്, സ്പിന്നേഴ്സ് 304 വിക്കറ്റ്സുമാണ് ഇവിടെ ടേക്ക് ചെയ്തത്. കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സ് സ്പിന്നേഴ്സിൻ്റെ ഇരട്ടി ഫാസ്റ്റ് ബോളേഴ്സ് ഇവിടെ വിക്കറ്റ്സ് എടുക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ DCയും മുംബൈയും തമ്മിൽ 6 മത്സരമാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. 10 മത്സരമാണ്. അതിൽ DC 6 പ്രാവശ്യം, മുംബൈ ഇന്ത്യൻസ് 4 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ ഓവറോൾ മാച്ചസ് നോക്കുന്ന സമയത്തുണ്ട്. ഇത് നമ്മൾ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. 10 എണ്ണം കളിച്ചതിൽ 6 എണ്ണം DCയും 4 എണ്ണം മുംബൈയാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഓവറോൾ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ 34 ഇന്നിങ്സ് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇതിൽ 15 ഇന്നിങ്സ് DCയും 19 ഇന്നിങ്സ് മുംബൈ ഇന്ത്യൻസും ആണ് വിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ ആരാ വിൻ ചെയ്തിട്ടുള്ളത്? മുംബൈ ഇന്ത്യൻസ് അല്ലേ. ഈ ഒരു ഗ്രൗണ്ടിൽ കൂടുതലും DC ആയിരിക്കാം, പക്ഷേ കൂടുതൽ ഏറ്റവും റെക്കോർഡ്സ് നോക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഞാൻ എനിക്ക് പരിചയപ്പെടുത്തരാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചോയ്സിലോ എന്ന് പറഞ്ഞ ഒരു കിഡിൽ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വഴി ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം. കുറച്ച് പൈസ ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡ്രീം 11നെക്കാട്ടിലും എൻട്രി ഫീസ് ഇവിടെ വളരെ കുറവായിട്ടാണ് നമ്മുടെ ചോയ്സ് ലെവലിൽ മേടിക്കുന്നത്. സോ നിങ്ങൾക്ക് കൂടുതൽ വിന്നിങ് പോസിബിലിറ്റീസും അതുപോലെ തന്നെ കാഷിൻ്റെ മാനഹാനി നിങ്ങൾക്ക് തടയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്.
5 പ്ലെയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്തിട്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിന്നാവാൻ സാധിക്കും. ഇപ്പോൾ 5 പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ സുനിൽ നാരായൺ, ശ്രേയസ് അയ്യർ, സാം കറൻ, കാസി റബാഡ, ഫിലിപ്പ് സാൾട്ട്, അങ്ങനെ 5 പ്ലേയേഴ്സാണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്ത് തന്നെ ഈസി ആയിട്ട് വിന്നാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചോയ്സിൽ ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്യാത്തതാണ് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രീം 11 പോലെ തന്നെ ഇവിടെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ ഉണ്ട്. ദെൻ ഡ്രീം 11 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്ന് ഉറക്കമൊക്കെ വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. 1000 രൂപയാണ് വിന്നിങ് പ്രൈസ്. നമ്മളെ ഈ എല്ലാത്തിലും 1000 രൂപ വിന്നിങ് പ്രൈസ്. പക്ഷേ ഇവിടെ നിങ്ങൾ എൻട്രി ഫീസ് വളരെ കുറവ് കൊടുത്താൽ മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് കോൺടെസ്റ്റ് ഇതുപോലെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ കുറവാണ്. ദെൻ അതുപോലെ തന്നെ 6 പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവർ പിക്ക് ചെയ്തതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് വിന്നാവാൻ സാധിക്കും. ആ ഡ്യൂ ഓപ്ഷനാണ് ഇതിൻ്റെ പേര്. ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യണമെങ്കിൽ ഇതും ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി കയറി 100 രൂപ ക്യാഷ് ബോണസ് ഇട്ട് അതുവഴി നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നതാണ്. ദെൻ അതുപോലെ തന്നെ വിഷൻ 11 പറ്റിയ പറയാനുള്ളത് ഡെയിലി 50,000 രൂപയ്ക്ക് ഗീവ് അവേ കൊടുക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മുടെ വിഷൻ 11. നിങ്ങൾ വേണേൽ നോക്കിക്കോ, 0 റുപ്പീസിനാണ് ഇവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏകദേശം ആദ്യത്തെ 1000 പേരാണ് കേട്ടോ വിന്നാവാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ടീം ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ടീം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഒന്നും നോക്കുന്നൊന്നുമില്ല പ്രത്യേകിച്ച്. ഓക്കെ, ഒരു ടീം സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ക്യാപ്റ്റൻ വീസി നമ്മൾ കൊടുത്തു. ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ ക്യാഷ് കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 0 റുപ്പീസാണ്. 0 റുപ്പീസിന് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. ഇതിന് ഫസ്റ്റ് പ്രൈസ് വന്നു കഴിഞ്ഞാൽ 50,000 രൂപയാണ്. 5000 രൂപയാണ്. ഇത് കണ്ടില്ലേ, 1 രൂപ കൂടെ കൊടുക്കാതെ 5000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമല്ല. ആദ്യത്തെ 1000 പേർക്ക് 22 രൂപ വരെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകളുണ്ട്. 6 രൂപയ്ക്കൊക്കെ H4 ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കളിക്കാൻ സാധിക്കും വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതിന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ആണ്. നമ്മുടെ കുബേരയിൽ ഡ്യൂ കണ്ടില്ലേ, അതുപോലെ സെയിം സംഭവമാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിലാണെങ്കിൽ പൃഥ്വി ഷോ, അതുപോലെ തന്നെ ജെയ്ക്ക് ഫ്രൻസർ, ദെൻ അഭിഷേക് പോരൽ, ഷായ് ഹോപ്പ്, ഋഷഭ് പന്ത്, ദെൻ ട്രിസ്റ്റൻ സ്റ്റബ്സ്, അസ്തർ പട്ടേൽ, കുൽദീപ് യാദവ്, നോർട്ടേജ്, ദെൻ ഖലീൽ അഹമ്മദ്, മുകേഷ് കുമാർ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മുടെ റാസിഖ്ദാർ സലാമാണ് വരാൻ ചാൻസ് ഉള്ള. പൃഥ്വിഷയുടെ സ്ഥാനത്തോട്ട് ഒരു ഓൾറൗണ്ടറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്യും. മുംബൈ ഇന്ത്യൻസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, ടിം ഡേവിഡ്, നഹീൽ വധേര, ദെൻ മുഹമ്മദ് നബി, കോട്സെ, പീയൂഷ് ചൗള, ജാസ്പ്രീത് ബുംറ, ഇത്രയും പേരാണ്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നുവാൻ തുഷാരയാണ് വരാൻ ചാൻസ് ഉള്ള. ഫാസ്റ്റ് ബോളറാണ് സൂര്യകുമാറിൻ്റെ സ്ഥാനത്തോട്ട്. കീ പ്ലെയേഴ്സായിട്ട് പറയാനുള്ളത് നമ്മുടെ രോഹിത് ശർമ്മ, ജാസ്പ്രീത് ബുംറ, ഇവർ രണ്ടുപേരും മുംബൈ ഇന്ത്യൻസിലത്തെ ഒരു കീ പ്ലെയേഴ്സാണ്. ദെൻ ഋഷഭ് പന്ത്, കുൽദീപ് യാദവ്, ഇവർ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ മസ്റ്റ് പിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജാസ്പ്രീത് ബുംറ ആൻഡ് ഋഷഭ് പന്താണ് തീർച്ചയായിട്ടും. ടോപ്പ് പിക്കേഴ്സ് ബൈ ഡി സി വേഴ്സസ് മുംബൈ ഇന്ത്യൻസിൽ ടോപ്പ് പിക്കേഴ്സ് ആയിട്ട് പറയുന്നത് ഋഷഭ് പന്ത് 621 ഡ്രീം ടീം പോയിന്റ്സ് ആണ് അദ്ദേഹം നേടിക്കൊടുത്തത്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അടിപൊളിയാണ്. അതുകൂടാതെ 88 റൺസ് ആയിരുന്നു കേട്ടോ എഗെയിൻസ്റ്റ് ഗുജറാത്തുമായിട്ട് അദ്ദേഹം എടുത്തത്. സ്ട്രൈക്ക് റേറ്റ് 204 ആയിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഡ്യുവൽ അഡ്വാൻറ്റേജ് ആണ്. കൂടുതൽ പോയിന്റ്സ് കിട്ടാനുള്ള ചാൻസുകൾ ഹൈ ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ജാസ്പ്രീത് ബുംറയാണ് മുംബൈ ഇന്ത്യൻസിന് 447 പോയിന്റ്സ് ആണ് ഡ്രീം ടീമിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത്. സോ അദ്ദേഹം ഫാസ്റ്റ് ബോളറാണ്. റീസെൻ്റ് ആയിട്ട് കളിച്ച മത്സരം എല്ലാ മത്സരവും ഓരോ ഓവറിലെ എക്കണോമി റൺസ് ഏറ്റവും കുറവ് കൊടുക്കുന്ന ഒരു പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ എക്കണോമി ഉള്ള പ്ലെയർ നമ്മുടെ ജാസ്പ്രീത് ബുംറയാണ്. പർപ്പിൾ ക്യാപ്പിൻ്റെ ഓണറും ജാസ്പ്രീത് ബുംറയാണ്. ഓക്കെ, അതുപോലെ തന്നെ 13 വിക്കറ്റ്സാണ് കഴിഞ്ഞ 8 മത്സരത്തിൽ നിന്ന് അദ്ദേഹം എടുത്തത്. ടോപ്പ് ഓൾറൗണ്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അസ്തർ പട്ടേലാണ് 327 ഡ്രീം ടീം പോയിന്റാണ് അദ്ദേഹം നേടിക്കൊടുത്തത്. കഴിഞ്ഞ ഒരു മാച്ചിൽ അദ്ദേഹം 66 റൺസ് കൊടുത്തു. അതുപോലെ തന്നെ വിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു വിക്കറ്റും അദ്ദേഹം ടേക്ക് ചെയ്തായിരുന്നു അഗെയിൻസ്റ്റ് ഗുജറാത്ത് ടൈറ്റൻസും ആയിട്ടുള്ള ഒരു മാച്ചിൽ. ഇനി റിസ്കി പിക്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ലലിത് യാദവ് നമ്മുടെ ഡി സിത്തെ ഒരു പ്ലെയറാണ്, ഒന്ന് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വി ഷോ ഓപ്പണിംഗ് പ്ലെയർ തന്നെയാണ് ഡി സിത്തെ. ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് റിസ്കി പ്ലെയേഴ്സായിട്ട് ട്രൈ ചെയ്യാം. ഇനി മുംബൈയിൽ കീ പ്ലെയേഴ്സായിട്ട് എനിക്ക് പറയാനുള്ളത് രോഹിത് ശർമ്മയാണ്. റീസെൻറ്റ് മാച്ചസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടില്ല, പക്ഷേ അഗെയിൻസ്റ്റ് CSK ആയിട്ട് 105 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. റീസെൻറ്റ് നല്ല പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ആണെങ്കിൽ
എഗെയിൻസ്റ്റ് പഞ്ചാബ് കിങ്സുമായിട്ടും ഒക്കെ നല്ലൊരു ഇന്നിങ്സാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. സോ കഴിഞ്ഞ മത്സരം മാത്രം അദ്ദേഹത്തിന് നന്നായി കളിക്കാൻ പറ്റില്ല, പക്ഷേ അതിന് മുന്നിലുള്ള മത്സരങ്ങളൊക്കെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. നല്ലൊരു കീ പ്ലെയർ ആവാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. ദെൻ അതുപോലെ തന്നെ ജാസ്പ്രീത് ബുംറ റീസെൻറ്റ് എഗെയിൻസ്റ്റ് RCB ആയിട്ടും 5 വിക്കറ്റിന് 21 റൺസ്, നമ്മുടെ RCB ആയിട്ട് അതുപോലെ തന്നെ പഞ്ചാബുമായിട്ട് 3 വിക്കറ്റിന് 21 റൺസ്. അത്യാവശ്യം നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുക്കുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ DCയിൽ കീ പ്ലെയേഴ്സായിട്ട് ഋഷഭ് പന്തിനെയാണ് പറയാനുള്ളത്. കാരണം ഗുജറാത്തിന് അഗെയിൻസ്റ്റ് ആയ മത്സരത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ, റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ഡേവിഡ് വാർണർ ഇപ്പോൾ ഒരു നല്ലൊരു ഫോമിലോട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫോമൊന്നും അല്ല, ബട്ട് എന്നാലും ഒരു കീ പ്ലെയർ ആയിട്ട് പറയാം. നമ്മുടെ കുൽദീപ് യാദവിനെ പറ്റി പറയുകയാണെങ്കിൽ അഗെയിൻസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം. കഴിഞ്ഞ മത്സരം 4-5 വിക്കറ്റ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ അദ്ദേഹം എടുത്തത്. ലക്നൗ സൂപ്പർ ജയൻസ് ഒരു 3 വിക്കറ്റാണ് അഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് നമ്മളെ കുൽദീപ് യാദവിൻ്റെ സ്ഥാനത്ത് നിന്നും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഡ്രീം11 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് DC തമ്മിലുള്ള മത്സരത്തിൽ ഒരു പ്രിവ്യൂ ടീമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നെറ്റ് കുറച്ച് പണി തന്നു. അത് എപ്പോഴും ഉള്ളതാ. വൈഫൈ ഒക്കെ ഈ വീഡിയോ എടുക്കാത്ത സമയത്തൊക്കെ നല്ല ഫാസ്റ്റാണ്, പക്ഷെ ചില സമയങ്ങളിൽ എന്നായിട്ട് ഇങ്ങനെ മൂഞ്ചിക്കും. സത്യം പറഞ്ഞാൽ വേറെ നല്ല മാച്ചസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് നല്ല ടീം തരണം എന്നൊക്കെ ഉണ്ട് നിങ്ങൾക്ക്, പക്ഷെ നല്ല മാച്ചോ കാര്യങ്ങളൊന്നും നമ്മൾ ഡ്രീം11 വരുന്നില്ല. മറ്റേ ആകെയുള്ള ഈ ഒരു T10 ആണ്, പക്ഷെ അതങ്ങോട്ട് ദഹിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡ്രീം11 ക്യാഷ് വിഡ്രോ ചെയ്യാതെ കുറച്ച് ദിവസം ഇരുന്നതിന് എത്ര ദിവസമാണ്, ഏപ്രിൽ 25 തൊട്ട് മെയ് 1 വരെ ഇരുന്നതിനാൽ 150 രൂപ ഡിസ്കൗണ്ട് കൂപ്പണായിട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഞാനിവിടെ ടീം ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഋഷഭ് പന്തും അതുപോലെ തന്നെ ഇഷാൻ കിഷനെ എടുത്തിട്ടുണ്ട്, സുനിൽ നരേനെ, ജാസ്പ്രീത് ബുംറ, ദെൻ കുൽദീപ് യാദവ്, G കോട്സെ, 3 ആളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ അസ്തർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ, ദെൻ അതുപോലെ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, അതുപോലെ തന്നെ ഫ്രൈസർ, ഈ 3 ആളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ടീം സെറ്റ് ആയിട്ടുണ്ട്. ഇതിലെ ക്യാപ്റ്റൻ VC കൊടുക്കാൻ ഭയങ്കര റിസ്ക് ആണ്. ഞാൻ എന്തായാലും വൈസ് ക്യാപ്റ്റൻ നമ്മുടെ ബുംറ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ക്യാപ്റ്റൻസി എനിക്ക് ആകെ ട്രസ്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് സൂര്യകുമാർ യാദവാണ്. നല്ലൊരു നോക്കി കളിക്കാൻ അദ്ദേഹം ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ മത്സരം പെട്ടെന്ന് ഔട്ടായതുകൊണ്ട് ഈ ഒരു മത്സരം നല്ല രീതിയിൽ അയാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ക്യാപ്റ്റൻസി കൊടുക്കാം. സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ചെറിയൊരു ഡൗട്ടാണ്, അത് മാറ്റി നമുക്ക് ഇതിനിപ്പോൾ വന്നതിന് ശേഷം നമ്മളൊരു ടീമും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ടീം നോക്കാം: ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, അതുപോലെ തന്നെ ഫ്രൻസർ, തിലക് വർമ്മ, അസ്തർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ, ജാസ്പ്രീത് ബുംറ, കുൽദീപ് യാദവ്, G കോട്സെ, ഇത്രയും പേരെ നമ്മുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രം കേട്ടോ. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.